നമസ്കാരം. ലോർഡ് മാർക്കോയായി യഷ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കോയുടെ രണ്ടാം ഭാഗം എന്ന ടൈറ്റിൽ ലോർഡ് മാർക്കോ പുറത്തുവിടുന്നു. ലോർഡ് മാർക്കോയായിട്ട് തെന്നിന്ത്യൻ സൂപ്പർ താരമായ യഷ് എത്തുന്നു എന്നുള്ളതാണ്. യഷിന് എന്തുകൊണ്ട് മലയാളം സംവിധായകരോടും മലയാള സിനിമകളോടും പ്രിയം എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം. കാരണം യഷിന് KGF ഒരു വൻ വിജയത്തിന് ശേഷം സിനിമകളൊന്നും ചെയ്യാതെ വലിയൊരു ബ്രേക്ക് എടുത്ത് ഗീതു മോഹൻദാസ് എന്ന സംവിധായകയോടൊപ്പം ടോക്സിക് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് നിലവിൽ യഷ്. ടോക്സിക് ആവട്ടെ 2026 മാർച്ചിലും റിലീസിനെത്താൻ പോവുകയാണ്. അപ്പോൾ ഗീതു മോഹൻദാസിനെ യാഷ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ ഞെട്ടലായിരുന്നു. കാരണം എവിടെ നിന്നാണ് ഗീതു മോഹൻദാസ് വന്നേ? കാരണം എല്ലാ സംവിധായകരും പ്രധാനപ്പെട്ട സംവിധായകരും ഒക്കെ തന്നെ ഇങ്ങനെ യഷിൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഗീതു വരുന്നത്. ഗീതു ആവട്ടെ മൂത്തോൻ എന്ന സിനിമ സംവിധാനം ചെയ്ത് വലിയ രീതിയിൽ ഒരു തരംഗമായി നിൽക്കുന്ന വേളയിലാണ് യാഷിനൊപ്പം ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഗീതു എത്തുന്നത്. അത് സത്യം പറഞ്ഞാൽ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു, അത് സത്യം പറയാലോ. അപ്പോഴാണിതാ ഇപ്പോൾ ലോർഡ് മാർക്കോ എന്ന മാർക്കോയുടെ രണ്ടാം ഭാഗത്തിനായിട്ട് ഇവിടെ വരാൻ പോകുന്നത് യഷ് ആണെന്നൊരു ചോദ്യം വരുന്നത്. കാരണം മാർക്കോ ജൂനിയർ ആണ് ഉണ്ണി മുകുന്ദൻ. മാർക്കോ എന്ന സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, മാർക്കോ ജൂനിയർ ആയിട്ടാണ് ഉണ്ണി മുകുന്ദൻ വരുന്നത്. മാർക്കോ ഇങ്ങനെ പാൻ ഇന്ത്യൻ തലത്തിൽ റീച്ച് കിട്ടി. മാർക്കോ ദ മോസ്റ്റ് വയലന്റ് ആക്ഷൻ ഫിലിം എവർ മെയ്ഡ് ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കോ പ്രേക്ഷകരിലേക്ക് വരുന്നത്. മാർക്കോ ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെയാണ്, കേരളത്തിൽ മാത്രമല്ല. മാർക്കോ തീർത്ത റെക്കോർഡുകൾ, അല്ലെങ്കിൽ കില്ല് പോലൊരു ബോളിവുഡ് സിനിമ അന്ന് മാർക്കോ റിലീസിന് മുമ്പ് ഏറ്റവും വയലന്റ് സിനിമയാണെന്ന് വിശേഷിപ്പിച്ചിരുന്ന കില്ലിനെ മാസങ്ങൾക്കുള്ളിലാണ് മാർക്കോ പൊട്ടിച്ചത്. മാർക്കോ പൊട്ടിച്ച് ഇന്ത്യ ഒട്ടാകെയുള്ള തരംഗമായി മാറി. ഹനീഫ് അദീനിയുടെ സംവിധാനം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന മാർക്കോ അന്നുണ്ടാക്കിയ ഓളം ചെറുതല്ല. സ്വാഭാവികമായും പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയ ഒരു സിനിമയിൽ യാഷ് വന്നാലും അത് അത്ഭുതപ്പെടാനൊന്നുമില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ യാഷ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇതുവരെ അതിൻ്റെ നിർമ്മാണ കമ്പനിയായ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റോ സംവിധായകനായ ഹനീഫ് അദീനിയോ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ രീതിയിലുമുള്ള കാര്യങ്ങളോ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ വളരെ സ്ട്രോങ് റൂമേഴ്സാണ് ലോർഡ് മാർക്കോ ആയിട്ട് യാഷ് എത്തുക എന്ന് പറയുന്നത്. അങ്ങനെ യാഷ് വരികയാണെങ്കിൽ വാട്ട് ഇസ് ഗോണ ഹാപ്പൻ? മലയാളം ഇൻഡസ്ട്രി ഇതുവരെ കാണാത്ത രീതിയിലുള്ള മാർക്കറ്റ് വൈഡൻ ചെയ്യാൻ പോവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാരണം മലയാളത്തിൽ ഇതുവരെ അങ്ങനൊരു സംഭവം, പ്രത്യേകിച്ച് തെന്നിന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം വന്ന് മലയാള സിനിമയിൽ ഉറപ്പായിട്ടും ലോർഡ് മാർക്കോ വരാൻ പോവുകയാണെങ്കിൽ അത് മലയാളത്തിൽ തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം മലയാളം പ്രോഡക്റ്റാണ് മാർക്കോ. അത് പോയിട്ട് വേറൊരു നാട്ടിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയല്ല. ജസ്റ്റ് ലൈക്ക് കാന്താര എങ്ങനെയാണോ അവരുടെ റീജിയണൽ ഹിറ്റ് ആയതുപോലെ തന്നെ കാന്താര 2, അതായത് കാന്താര ചാപ്റ്റർ 1 എന്ന കാന്താര 2 അത് വരാൻ പോകുന്നതും അവരുടെ നാട്ടിൽ തന്നെയാണ്, സാൻഡൽവുഡ് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ മാർക്കോ ഒരു മലയാളം സിനിമയാണ്, മലയാളം പ്രോഡക്റ്റാണ്. അതിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോഴും അത് മലയാളത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ യാഷ് കേരളത്തിൽ വരണം, യാഷ് മലയാളത്തിൽ അഭിനയിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രി ഈസ് ഗോണ ക്രിയേറ്റ് ഹ്യൂജ് നമ്പേഴ്സ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിലേക്ക് തന്നെയാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിലും സംശയങ്ങൾ കൂടുതലായി നിൽക്കുകയാണ്. എന്തായാലും ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. എന്തായാലും ഉണ്ണി മുകുന്ദൻ ചിത്രത്തിൽ ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. കാരണം മാർക്കോ ദ ഫിലിം എന്ന അവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ, അതായത് സിനിമയുടെ പേജിൽ അവർ യാഷിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദനെ ഫോളോ ചെയ്യുന്നതുമില്ല. രണ്ട് കാര്യങ്ങളാണ് ഇതിനിടയിൽ സംഭവിച്ചത്. മാർക്കോയുടെ വലിയ വിജയത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യം മാർക്കോ 2, 3, 4 ഒക്കെ ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ഉണ്ണി തന്നെ ഒരു കമൻറ്റിൽ മറുപടി പറഞ്ഞത് മാർക്കോ ഫ്രാഞ്ചൈസ് തന്നെ അവസാനിപ്പിക്കുകയാണെന്നത് ഉണ്ണി പറയുകയും ചെയ്തു. അതിന് കൃത്യമായ മറുപടി ഇതിൻ്റെ നിർമ്മാതാക്കളായ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് പറഞ്ഞത് മാർക്കോ ഞങ്ങളുടേതാണ്, ഞങ്ങൾ ഇതിൻ്റെ ബാക്കിയുള്ള സീക്വൽ ഇറക്കുമെന്നതും പറഞ്ഞു. അപ്പോൾ തന്നെ ഉണ്ണിയും ഇതിന് പ്രൊഡക്ഷൻ കമ്പനിയായിട്ടൊരു ഡ്രിഫ്റ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് മാർക്കോ ദ ഫിലിം എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഉണ്ണിയെ ഫോളോ ചെയ്യാത്ത രീതിയിലും കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു റിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അപ്പോഴാണ് യാഷ് വരുന്നത്. യാഷിനോടൊപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാറിൻ്റെ പേരൂടെ കേൾക്കുന്നുണ്ട്. പൃഥ്വിരാജും യാഷും കൂടി ഒരുമിച്ച് വരികയാണോ, അത് യാഷ് മാത്രമാണോ, പൃഥ്വിരാജ് മാത്രമാണോ? ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരാത്തത് കൊണ്ടുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കഥകൾ സോഷ്യൽ മീഡിയ തന്നെ മെനയും. അതെല്ലാം തന്നെ വളരെ വേഗത്തിൽ, വളരെ ഫാസ്റ്റ്, വളരെ റാപ്പിഡായി, വളരെ തകൃതിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മാർക്കോ ആരാധകർക്ക് സന്തോഷിക്കാം. കാരണം യാഷ് വരികയാണെങ്കിൽ ഇതുവരെ വലിയ കാണാത്ത രീതിയിലുള്ള ഒരു വലിയ ക്യാൻവാസിൽ തന്നെ സിനിമ നെയ്തെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് ഹനീഫ് അദീനി കടന്നിട്ടുണ്ട്. കാരണം മാർക്കോ എൻഡ് ചെയ്യുന്നത് പോലും മാർക്കോ 2ലേക്ക് ഒരു ലീഡ് കൊടുത്തിട്ടാണ്. ആ 2ൻ്റെ ലീഡ് എങ്ങനെയായിട്ടായിരിക്കാം മാറുക എന്നുള്ളതിൻ്റെ കൃത്യമായ വർക്കുകളും കാര്യങ്ങളൊക്കെ സംവിധായകൻ ഹനീഫ് അദീനിയുടെ ഭാഗത്തു നിന്നും നിർമ്മാതാവായ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിലും ഉണ്ട്. ഏതായാലും ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് നിലവിൽ കാട്ടാളൻ എന്ന സിനിമയുടെ പ്രൊഡക്ഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു കഥ. അപ്പോൾ അതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ കൂടിയാണ് മാർക്കോ 2 വരുന്നത്. കാട്ടാളൻ ഇതുവരെ മലയാള സിനിമ കാണാത്ത രീതിയിലുള്ളൊരു വലിയ പൂജാ ചടങ്ങോടുകൂടിയാണ് അവർ നടത്തിയത്. അതിൻ്റെ കൂട്ടത്തിൽ മാർക്കോ 2 വലിയ ക്യാൻവാസിൽ തന്നെ ഷൂട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും യാഷ് വരികയാണെങ്കിൽ, ലോർഡ് മാർക്കോ ആയിട്ട് യാഷ് എത്തുകയാണെങ്കിൽ മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിൽ മാർക്കറ്റ് വൈസ് വലുതാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.